ട്രംപിനെ തട്ടാൻ ഇറാൻ വലിയ ഒരു വമ്പൻ പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഭീഷണിയൊന്നുമല്ല, കൃത്യമായി കൊല്ലാൻ തന്നെയുള്ള ഒരു പദ്ധതിയാണ്. ശരിക്കും എന്താണ് അതിലെ സത്യാവസ്ഥ? ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വാർത്തയാണ്. അതിനകത്തെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് അമേരിക്ക പ്രസിഡന്റിനെ തട്ടാനായിട്ട് ഇറാൻ തീരുമാനിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല. 2020 അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് ഈ പറയുന്ന വധശ്രമമൊക്കെ ഉണ്ടായി, ഇല്ലെങ്കിൽ എല്ലാ നീക്കങ്ങൾ നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ വരുന്നു. ഇപ്പോൾ ഈ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് സംവിധാനമല്ല, പകരം ഇസ്രയേലാണ് എന്നുള്ളതാണ്. ഇസ്രയേലിന് അങ്ങനെ പിഴക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇസ്രയേലിൻ്റെ മൊസാദ് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ വെളിയിടാറുള്ളൂ. അല്ലാതെ അങ്ങനെ ഇങ്ങനെ വരുന്ന ഭീഷണിയൊന്നും എടുത്തു വെച്ചിട്ട് വലിയ രീതിയിൽ ഈ പറഞ്ഞ് ജാഗ്രത പാലിക്കാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും തയ്യാറാവുന്ന സംഘമല്ല മൊസാദ്, അങ്ങനെയുള്ള ഒരു രാജ്യവുമല്ല ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ കൃത്യമായി അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നു. ട്രംപിനെ തട്ടാനായിട്ട് ഇറാൻ കരുക്കൾ നീക്കി ഇറാൻ്റെ പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. വെറും ഭീഷണിയല്ല, ഭീഷണികൾ ഒരുപാടുണ്ടായിരുന്നു. ഭീഷണിയല്ല, പദ്ധതി തന്നെ ഉണ്ടെന്നാണ്. ഭീഷണിയും പദ്ധതി തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുവിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ്. പക്ഷേ ആ ഭീഷണി നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന ഒരുത്തനെയാണ് പോലീസ് പിടിക്കുന്നതെങ്കിൽ ഭീഷണിയും പദ്ധതി ആസൂത്രണം ചെയ്തത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശിക്ഷയ്ക്ക് പോലും വ്യത്യാസം വരും എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഇതിനകത്തെ കാര്യം വന്നിരിക്കുന്നത്. അതായത് ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിനെ തട്ടാനായി ഇറാൻ നയം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള പരിപാടി ഒരുക്കിയിരിക്കുന്നു. വാൾ സ്ട്രീറ്റ് ജേർണൽ ഇതിനെ പറ്റിയിട്ട് വിശദമായ വാർത്ത കൊടുത്തിരിക്കുന്നു. CNN അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഖാസിം സുലൈമാനിയെ വധിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ പറഞ്ഞത്. ഞങ്ങളുടെ സൈനിക തലവനായിട്ടുള്ള ഖാസിം സുലൈമാനി വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു. അന്ന് അയാളെ വധിച്ചത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് ട്രംപിനെ തട്ടും എന്നൊക്കെ അന്ന് ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് വന്നിരുന്നു. ഇത് ഇൻ്റലിജൻസ് വിവരങ്ങൾ ഏതാണ്ടൊക്കെ ശരിവെക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ സുരക്ഷ അതിനെ തുടർന്ന് ശക്തമാക്കിയിട്ടുണ്ട്. നാറ്റോയുടെ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്കൻ നേതാവിനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ എല്ലാ ഹിറ്റ് ലിസ്റ്റിലും ഞാൻ ഉണ്ടാവും, ഒന്നിലും ഞാൻ ഉണ്ടാവാതിരിക്കില്ല, ഒന്നിൽ പോലും അവരെന്നെ ഒഴിവാക്കില്ല. പക്ഷേ എനിക്ക് ഭാഗ്യം എല്ലായ്പ്പോഴും അതുകൊണ്ട് കടാക്ഷിക്കണമെന്നില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ നടന്ന ആയത്തുള്ള അലി ഖമൈനിയുടെ വിലാപയാത്രയിലായിരുന്നു. അതിനകത്ത് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ട്രംപിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ മുദ്രാവാക്യം പലപ്പോഴും മുദ്രാവാക്യം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത്ര 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഇനിയും കൊല്ലുമെന്നുള്ള 50 നടയിൽ കെട്ടി തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്നൊക്കെ. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ വിലാപയാത്രക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇല്ലാതാക്കണമെന്ന്. പക്ഷേ ഇതിനകത്ത് ചില സംശയങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇപ്പോഴും അങ്ങ് 100% വിശ്വസിക്കാൻ കഴിയുമോ? ഇസ്രയേലിൻ്റേതായ താല്പര്യങ്ങളുണ്ട്. ഇസ്രയേൽ ഒരു മോശം രാജ്യമെന്ന് അതിന് അർത്ഥമില്ല. പക്ഷേ ഇസ്രയേലിൻ്റേതായ താല്പര്യമുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യതകൾ അത് ഇല്ലാതായി പോകാൻ പാടില്ല എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിൻ്റെ ശത്രുവാണ് എന്നതാണ് മുന്നിട്ട് നിൽക്കുന്ന കാര്യം, അമേരിക്കയുടെ ശത്രു എന്നതിനേക്കാൾ. അതായത് അമേരിക്കയോടുള്ള ശത്രുത ഇല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള ശത്രുതയേക്കാൾ ഇറാനോട് ഇസ്രയേലിന് ശത്രുതയുണ്ട്. അപ്പോൾ ഈ അമേരിക്ക ഇറാനിൻ്റെ നേർക്ക് ആയുധങ്ങൾ തൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രാജ്യം ഇസ്രയേലാണ്. അമേരിക്ക ഒരു ആയുധം അയക്കണമെങ്കിൽ അതിനുള്ള പ്രേരണ ഇസ്രയേലാണ്. അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നത് ഇസ്രയേലാണ്. കാരണം ഇസ്രയേലിൻ്റെ താല്പര്യമാണ്. കാരണം ഇവിടെ ജൂത മുസ്ലിം സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇസ്രയേൽ പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ശത്രുത ഒന്ന് മൂപ്പിച്ച് കിട്ടിയാൽ ആർക്കാ ഗുണം? ഇസ്രയേലിനാണ്, അല്ലേ? അപ്പോൾ ഇസ്രയേൽ അങ്ങനെ ചെയ്തതാണോ എന്ന് ചില വാർത്താ മാധ്യമങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ സംശയം തെറ്റാണ് പൂർണ്ണമായിട്ടും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക ഇറാൻ തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒരു സുരക്ഷാ ഭീഷണിയാണ് വന്നിരിക്കുന്നത്, ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇസ്രായേലിന് ഇത് പറയാതിരിക്കാൻ കഴിയുമോ?
അതും കഴിയില്ല. അപ്പോൾ ഇസ്രായേലിന് ഇത് പറഞ്ഞേ മതിയാവുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് CIA ആണെന്നുള്ളതാണ്. ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു. ഇസ്രായേലിനെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് CIA ഇസ്രായേലിലും കൂടെ ഇടപെടൽ നടത്താനും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് ഇസ്രായേലിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു. ഏതായാലും അതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ലെങ്കിലും ഇവിടെ ഒരു കാര്യം ശരിയാണ്, ഇസ്രായേൽ അങ്ങനെ വെറുതെ പറയില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാരൻ ഇസ്രായേലാണെങ്കിലും അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം അമേരിക്കയ്ക്കെതിരായിട്ട് ഇറാൻ ചെയ്യാൻ പോകുന്നു എന്ന് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇസ്രായേലിനില്ല. അമേരിക്ക സഹകരിച്ചില്ലെങ്കിൽ കൂടിയും ഈ യുദ്ധം മുന്നോട്ട് നയിക്കാനുള്ള താല്പര്യം ഇല്ലെങ്കിൽ ശേഷി ഇസ്രായേലിനുണ്ട്. ഇനി ഇവരുടെ തമ്മിലുള്ള തർക്കത്തിൻ്റെ കാരണം ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്കുള്ള കാരണം മതം തന്നെയാണ്. ഇറാൻ പറയുന്നത് എന്താണ് അമേരിക്ക ഇല്ലാതാക്കുക, ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പോൾ അവർക്ക് ഉള്ള വിദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതേ കാര്യമുണ്ട്, ഇത് നിലനിൽക്കുകയാണ്. ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ പൂർണ്ണമായും നശിച്ചാലേ ആ ഭീഷണി ഇല്ലാതാവുള്ളൂ. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. പക്ഷേ അമേരിക്കയ്ക്ക് പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കി ഇസ്രായേലിന് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുകയല്ല, അമേരിക്കയ്ക്ക് കരാറാണ് വേണ്ടത്. അമേരിക്കയ്ക്ക് വാണിജ്യ താല്പര്യങ്ങളാണ്. ഈ പറയുന്ന വംശീയ വിദ്വേഷത്തിൻ്റെ പേരിലും മതപരമായ വിദ്വേഷത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളെക്കാളേറെ അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് അവിടുത്തെ എണ്ണയും അതുവഴിയുള്ള കച്ചവടവും ഇറാനുമായിട്ടുള്ള കരാറുമാണ് എന്നുള്ളതാണ്. ഇസ്രായേലിന് അതല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ വെറുതെ പറഞ്ഞതാണോ എന്ന് സംശയിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ വെറുതെ പറഞ്ഞതാവാം, അല്ല ശരിയായിരിക്കാം, ഇറാനുമായിട്ടുള്ള ശത്രുത വർദ്ധിപ്പിക്കാനായിരിക്കാം, അല്ല ഭീഷണി ഉണ്ടെങ്കിൽ അത് വാസ്തവമായിരിക്കാം, ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇസ്രായേൽ പറയുന്നുണ്ട് ഇത് കൃത്യം പ്ലാനാണ്, ട്രംപെ സൂക്ഷിച്ചോ, യുവന്മാർ വന്നടിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമേരിക്കയോട്. അതൊരു വലിയ മുന്നറിയിപ്പാണ്. ഏതായാലും ട്രംപിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളത് ഒരു വളരെ ശരിയായിട്ടുള്ള യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോജ്തബ ഖമനി, അയാൾ മരിച്ചോ ഇല്ലേ എന്നറിയില്ല. ഇസ്രായേലിന് ഒരു കാര്യം കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്, എത്രമാത്രം ഇറാൻ ഇപ്പോഴും ആക്റ്റീവായി നിലനിൽക്കുന്നു എന്നുള്ളത്. ഇറാൻ പൂർണ്ണമായും ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയിലാണുള്ളതെങ്കിൽ അത് ഒരു പക്ഷേ സമാധാനത്തിന് ഇല്ലെങ്കിൽ കുറച്ചു കാലമെങ്കിലും ഇസ്രായേലിന് സമാധാനിക്കാൻ കഴിയുന്നതാണ്. ഇനി അതല്ല, ഇവരുടെ ഒട്ടും സമാധാനിക്കാൻ കഴിയില്ല, മുസ്തഫ ബാക്കിയുണ്ട്, മറ്റൊരു ഈ പറയുന്ന ഖമനി ആയിട്ട് അയാൾ ആവിർഭാവം ചെയ്തിരിക്കുന്നു, അയാൾ ഇനി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കും, ഈ പറയുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മെനയും, കൂടുതൽ ആക്രമണത്തിന് അവർ സജ്ജമാകും എന്നൊക്കെയാണ് ഉള്ളതെങ്കിൽ അത് അപകടകരമാണ്. അവിടെ അമേരിക്ക ഒന്ന് ജാഗ്രതയിലേക്ക് നിർത്താനും കൂടി ഈ അവസരത്തെ ഇസ്രായേൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ട്രംപിന് നേരെ ഇതിന് മുൻപും വധശ്രമം ഉണ്ടായിട്ടുണ്ട്, ട്രംപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്, ചെവിയിൽ മുറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വധശ്രമം നേരിട്ട ഒരു പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഇതിനെ അവഗണിക്കാനും കഴിയില്ല. പണ്ട് കെന്നഡിക്ക് നേരെ ഉണ്ടായ അസാസിനേഷൻ നമുക്കറിയാവുള്ള, അമേരിക്കൻ ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും കൊല്ലപ്പെടാതിരിക്കാനും വേണ്ട സുരക്ഷയിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ട്രംപിനെയും വധിച്ചേക്കാം. ട്രംപിന് അമേരിക്കയ്ക്ക് പുറത്തു മാത്രമല്ല ശത്രുക്കളുള്ളത്, അമേരിക്കയ്ക്ക് അകത്തുണ്ട്. ഇസ്രായേലിൽ നിന്ന് വരെ ഉണ്ടായേക്കാം, ഇല്ലെങ്കിൽ മറ്റേത് ലോകരാജ്യത്ത് നിന്നും അമേരിക്കയെ ഇല്ലാതാക്കാൻ, ട്രംപിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവുക. അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. ഏതായാലും ഈ ഭീഷണി മാത്രമല്ല, കൃത്യം പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മൊസാദ് പറയുമ്പോൾ അതിൽ ഒരു കാര്യമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.